പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് പരിശുദ്ധ മറിയം മരണനേരത്ത് സഹായിക്കുന്നു. വചനം ഇപ്രകാരം പറയുന്നു: മിത്രം എപ്പോഴും മിത്രം തന്നെ, ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് സഹോദരൻ. സമൃദ്ധിയുടെ കാലഘട്ടത്തിലല്ല യഥാർത്ഥ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അറിയുന്നത്, പകരം ദുരിതങ്ങളുടെയും കഷ്ടകാലങ്ങളുടെയും സമയത്താണ്. ലൗകിക സുഹൃത്തുക്കൾ അവരുടെ സുഹൃത്ത് സമൃദ്ധിയിലായിരിക്കുമ്പോൾ അവനെ പരിത്യജിക്കാറില്ല. എന്നാൽ എന്തെങ്കിലും ദൗർഭാഗ്യങ്ങൾ അവനെ പിടികൂടിയാൽ, പ്രത്യേകിച്ച് മരണസമയത്ത്, അവർ വളരെ പെട്ടെന്ന് തന്നെ അവനെ പരിത്യജിക്കുന്നു. ഇതുപോലെ പരിശുദ്ധ മറിയം ഒരിക്കലും അവിടുത്തെ ഭക്തരെ ഉപേക്ഷിക്കാറില്ല. മരണാസന്നരുടെ സഹനങ്ങൾ എത്രയധികം വലുതാണ്. മരണാസന്നരായവരെ സംബന്ധിച്ചിടത്തോളം ആ വിധിയുടെ ഭീകരത അവരെ സമീപിക്കുമ്പോൾ, അവരുടെ നിത്യരക്ഷയെക്കുറിച്ചുള്ള ഉറപ്പ് ഇല്ലാതിരിക്കുമ്പോൾ, അവരുടെ ദുഃഖങ്ങളും ആശങ്കകളും യഥാർത്ഥത്തിൽ അതികഠിനമാണ്. നിത്യതയിലേക്ക് കടക്കാൻ പോകുന്ന ആത്മാക്കളെ നേടിയെടുക്കാൻ ഒട്ടും സമയം അവശേഷിച്ചിട്ടില്ല എന്ന് അറിയാവുന്ന പിശാചുക്കൾ മരണനേരത്ത് വരും എന്ന് ഉറപ്പാണ്. വചനം ഇപ്രകാരം പറയുന്നു: ചുരുങ്ങിയ സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിയാവുന്നത് കൊണ്ട് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ നാശം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ പിശാചുക്കളും ഒരുമിച്ച് അവന്റെ ഭവനം നിറഞ്ഞിരിക്കും. അവന്റെ ആത്മാവിനെ തട്ടിയെടുക്കാൻ എല്ലാവരും ഒന്നിക്കും. വിശുദ്ധ ആൻഡ്രൂ അദ്ദേഹത്തിന്റെ മരണസമയത്ത് 10,000 പിശാചുക്കൾ വന്ന് അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കുകയും, അദ്ദേഹത്തിന്റെ കഠിന ദുഃഖത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള സന്യാസികളെ ഭയചകിതരാക്കത്തക്ക രീതിയിൽ നരകവുമായി മൽപിടുത്തം നടത്തിയതായി അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നാം കാണുന്നുണ്ട്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖം നീരുവന്ന് കറുത്തിരുണ്ടു. അദ്ദേഹം ശിരസ് ഭയാനകമായി കുലുക്കി. എല്ലാ സന്യാസികളും അവരുടെ പ്രാർത്ഥന ഇരട്ടിയാക്കി. വിശുദ്ധൻ ഈ ഒരു രീതിയിൽ മരിക്കാൻ ഇടയാകുന്നത് കണ്ട് അവർ ഭയന്നു വിറച്ചു. എന്നാൽ ഈ വിശുദ്ധൻ തന്റെ കണ്ണുകൾ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ചിത്രത്തിനു നേരെ തിരിച്ചു. അദ്ദേഹത്തിന്റെ മരണസമയത്ത് പരിശുദ്ധ മറിയം ആയിരിക്കും തന്റെ അഭയം എന്ന് ഈ വിശുദ്ധൻ പലതവണ പറയാറുണ്ടായിരുന്നു. പെട്ടെന്ന് ഈ വിശുദ്ധന്റെ മുഖം പൂർവസ്ഥിതിയിലാവുകയും പരിശുദ്ധ മറിയത്തിന്റെ നേർക്ക് തന്റെ ശിരസ് ചായ്ച്ച് സമാധാനമായി മരിക്കുകയും ചെയ്തു. നമ്മുടെ മരണസമയത്ത് നമ്മോടൊപ്പം പരിശുദ്ധ മറിയം ഉണ്ടെങ്കിൽ നാരകീയ ശത്രുക്കളെ കുറിച്ച് നാം എന്തിന് ഭയപ്പെടണം? വിശുദ്ധ ഇമ്മാനുവേൽ പാടിയേലിന്റെ മരണസമയത്ത് പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ പിശാചുക്കളുടെ ഒരു ഗണം നിരാശപ്പെട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി: ഓ, അവനോട് ഒരു ഉപദ്രവവും ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. എന്തെന്നാൽ പാപത്തിന്റെ കറയില്ലാത്തവൾ അവനെ പ്രതിരോധിക്കുന്നു. പരിശുദ്ധ മറിയം അവിടുത്തെ പ്രിയപ്പെട്ടവരെ മരണസമയത്ത് മാത്രമല്ല സഹായിക്കുന്നത്, പകരം നിത്യയിലേക്കുള്ള യാത്രയിൽ അവരെ കണ്ടുമുട്ടാൻ വരികയും ദൈവിക സിംഹാസനത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോവുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. പരിശുദ്ധ മറിയം മരണാസന്നരെ ആശ്വസിപ്പിക്കുകയും ഉന്മേഷം കൊടുക്കുകയും മാത്രമല്ല ചെയ്യുന്നത്, മരിക്കുന്നവരുടെ ആത്മാക്കളെ സ്വീകരിക്കുന്നു എന്നാണ് വിശുദ്ധ വിൻസെന്റ് ഫെറർ പറയുന്നത്. വിശുദ്ധ ബ്രിജിത്തായുടെ പുത്രനായ ചാൾസ് പെട്ടെന്ന് മരിച്ചു. ഇത് വിശുദ്ധയെ വേദനിപ്പിച്ചു. എന്നാൽ പരിശുദ്ധ മറിയം വിശുദ്ധയോട് പറഞ്ഞു: തന്നോട് ഭക്തി ഉണ്ടായിരുന്നത് കൊണ്ട്
ഞാൻ അവനെ നരകത്തിൽ പോകാതെ രക്ഷിച്ചു എന്നും മരണസമയത്ത് അവന് വേണ്ട സഹായം ചെയ്തു കൊടുത്തു എന്നും. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ഇതാണ്. നമ്മളെല്ലാവരും ഒരിക്കൽ മരിക്കും എന്ന് ഉറപ്പാണ്. മരണത്തെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം മരണം ഒന്നിന്റെ അവസാനമല്ല. നമ്മൾ മരിച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ നമ്മൾ മാതാവിനെയും വിശുദ്ധന്മാരെയും ഒക്കെയാണ് കാണുന്നത്. അതുപോലെ നമ്മളെ അതിയായി സ്നേഹിക്കുന്ന ദൈവത്തെയും നമ്മൾ കാണും. പക്ഷെ നമ്മുടെ ജീവിതം പോലെ ഇരിക്കും നമ്മുടെ മരണസമയത്തുള്ള അവസ്ഥയും. നമ്മളൊരു വിശുദ്ധ ജീവിതം നയിക്കുകയാണെങ്കിൽ ഉറപ്പായും മരണസമയത്ത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ പോകും, അല്ലെങ്കിൽ നേരെ സ്വർഗത്തിലോട്ട് പോകും. അതുകൊണ്ട് നമ്മളൊരു വിശുദ്ധ ജീവിതം നയിക്കുകയാണ് എപ്പോഴും നല്ലത്. മരണസമയത്ത് പിശാചുക്കള് ധാരാളമായി നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും എന്ന് ഉറപ്പാണ്. ഒരു സംഭവം ഞാൻ പറയാം. ഒരു വൈദികനാവാൻ പഠിക്കാൻ പോയ ഒരു വിദ്യാർത്ഥി വൈദിക പഠനത്തിന് തൊട്ട് മുമ്പ് പഠനം മതിയാക്കി തിരിച്ചു പോരുകയും അതിനുശേഷം ഒരു ദുർമാർഗിയായി ജീവിക്കുകയും ചെയ്തു. ആ മനുഷ്യൻ മരിക്കാറായി കിടക്കുകയാണ്, വയസ്സായി മരിക്കാറായി കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് കാറ്റും മഴയോ ഒന്നുമില്ലാത്ത ശാന്തമായ അന്തരീക്ഷമാണ്. ആ മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന വീടിന്റെ മുറ്റത്ത് വലിയൊരു മാവ് നിന്നിരുന്നു. ഈ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് കാറ്റും ഒന്നുമില്ലാത്ത സമയത്ത് വലിയൊരു മാവിന്റെ ഏരം ഒടിഞ്ഞ് താഴോട്ട് വീഴുകയുണ്ടായി. അപ്പൊ ഈ മനുഷ്യൻ എപ്പം മരിച്ചു ആ സമയത്ത് കൃത്യസമയത്ത് മാവിന്റെ വലിയൊരു ഏരം ഒടിഞ്ഞു വീണു. ഒരു കാറ്റും മഴയോ ഒന്നുമില്ലാത്ത സമയമായിരുന്നു അത്. അതിനെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നത് പിശാചുക്കള് ആ ഏരത്തിൽ ഇരിക്കുകയായിരുന്നു, ആ മരത്തിന്റെ കൊമ്പിൽ ഇരിക്കുകയായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം ഞാൻ പറയാം. വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. വിശുദ്ധ ഡൊമിനിക് സാവിയോയും കൂട്ടുകാരും ഫുട്ബോള് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് വിശുദ്ധ ഡോൺ ബോസ്കോ വന്ന് ചോദിച്ചു, പിള്ളേരോടായി ചോദിച്ചു, ഇപ്പൊ നിങ്ങൾ മരിക്കുകയാണെങ്കിൽ, മരിക്കാൻ പോവാന്നറിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പൊ ഓരോ കുട്ടികൾ പറഞ്ഞു, ഞങ്ങള് മുട്ടുകുത്തി പ്രാർത്ഥിക്കും. അങ്ങനെ പല രീതിയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു. വിശുദ്ധ ഡോൺ ബോസ്കോ ഡൊമിനിക് സാവിയോട് ചോദിച്ചു, മോനെ ഡൊമിനിക് സാവിയെ, നീ ഇപ്പൊ മരിക്കുകയാന്ന്, മരണം ഇപ്പൊ നിന്നെ സമീപിച്ചു കഴിഞ്ഞാല് നീ ഇപ്പൊ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പൊ വിശുദ്ധ ഡൊമിനിക് സാവിയെ പറഞ്ഞു, ഞാൻ ഫുട്ബോള് കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ അങ്ങനെ പറഞ്ഞത്? വിശുദ്ധ ഡൊമിനിക് സാവോ വിശുദ്ധിയിലാണ് ജീവിക്കുന്നതെന്ന് വിശുദ്ധ ഡൊമിനിക് സാവിയോയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോൾ മരിച്ചാലും ഞാൻ സ്വർഗത്തിലോട്ട് പോകും, എൻ്റെ അപ്പനായ ദൈവത്തെ കാണും എന്ന് വിശുദ്ധ ഡൊമിനിക് സാവിയോയ്ക്ക് ഉറപ്പുണ്ടായിരുന്നുകൊണ്ടാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ വിശുദ്ധ ഡോൺ ബോസ്കോയോട് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് നമ്മളൊരു വിശുദ്ധിയിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ മരണത്തെ പേടിക്കേണ്ടതില്ല. പിന്നെ നമ്മുടെ മരണസമയത്ത് എന്ത് സംഭവിക്കുമെന്ന വിശ്വാസത്തിൽ ഞാനൊന്ന് പറയാം. നമ്മൾ മരിക്കാൻ കിടക്കുകയാണെന്ന് നമ്മൾ കരുതുക. നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ, നമ്മൾ മരിക്കാറായി എന്ന് ഉറപ്പായി കഴിയുമ്പോൾ നമ്മുടെ അടുത്ത്, നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഭക്തരാണെങ്കിൽ പരിശുദ്ധ അമ്മ നമ്മുടെ അടുത്ത് നിൽക്കുന്നത് മിക്കവരും കാണുന്നുണ്ട്. അതുപോലെ മാലാഖമാര് വന്ന് നിൽക്കുന്നത് കാണുന്നുണ്ട്. പിശാചുക്കളുടെ ഒരു കൂട്ടം നിൽക്കുന്നത് കാണും. ചിലരുടെ മരണത്തിൽ നമ്മുടെ കർത്താവ് നേരിട്ട് വരുന്നതായും കാണും. പിന്നെ യോസേപ്പ് പിതാവിന്റെ വിശുദ്ധന്മാരുടെ ഒക്കെ, നമ്മൾ യോസേപ്പ് പിതാവിന്റെയും ഗീർസുന്യാളുടെയും അന്തോണിസുന്യാളുടെ ഒക്കെ ഭക്തരാണെങ്കിൽ അവരൊക്കെ നമ്മുടെ മരണസമയത്ത് വരുന്നതായി കാണുന്നുണ്ട്. പിന്നെ മരണം എങ്ങനെയുള്ളവർക്കാണ് പേടിക്കേണ്ടതെന്ന് വെച്ചാല് ഒരു സംഭവം ഞാൻ പറയാം. അത് വളരെ പ്രസിദ്ധനായ ഒരു നിരീശ്വരവാദിയാണ്. നിങ്ങളെല്ലാം അറിയുന്ന നിരീശ്വരവാദിയാണ്. ആ നിരീശ്വരവാദി മരിക്കാൻ കിടക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ ചുറ്റും നിപ്പുണ്ട്. ഇത് മരിക്കാറായി കഴിഞ്ഞപ്പോൾ ഈ നിരീശ്വരവാദി ഒരു സ്ഥലത്തോട്ട് നോക്കിയിട്ട് ഈ നിരീശ്വരവാദി പറഞ്ഞു, അവിടെ ധാരാളം ജീവികളെ നിൽക്കുന്നതായി കാണുന്നു എന്നും പറഞ്ഞുകൊണ്ട് അലറിക്കരഞ്ഞു. അദ്ദേഹം ആ ജീവികളായി കണ്ടത്, അദ്ദേഹം നിരീശ്വരവാദി ആയിരുന്നെങ്കിലും ആ ജീവികളായ അദ്ദേഹം കണ്ടത് പിശാചുക്കളെയാണ് എന്ന് ഉറപ്പാണ്. അപ്പൊ അദ്ദേഹം ദൈവവിശ്വാസമില്ലാതെ ജീവിച്ച് നിരീശ്വരവാദിയായി ജീവിച്ച് മരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വന്ന പിശാചുക്കളെയാണ് അദ്ദേഹം കണ്ടത്. അങ്ങനെ വളരെ അലമുറയിട്ട്
വളരെ വിഷമിച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ മരണത്തെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. എപ്പോ മരിച്ചാലും നമ്മൾ ദൈവത്തിന്റെ അടുത്തോട്ട് പോകാൻ, സ്വർഗത്തിലോട്ട് പോകാനുള്ള വിശുദ്ധി നമുക്ക് വേണം എന്ന് മാത്രം. അതുപോലെ തന്നെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഭക്തരാണെങ്കിൽ പരിശുദ്ധ അമ്മ ഈ ലോക ജീവിതത്തിലും നമ്മെ സഹായിക്കും. വരാനിരിക്കുന്ന മരണസമയത്ത് പരിശുദ്ധാമ്മ നമ്മുടെ അടുത്ത് വരും. അതുപോലെ തന്നെ മരണശേഷമുള്ള ജീവിതത്തില് പരിശുദ്ധാമ്മ നമ്മെ സ്വർഗത്തിലോട്ട് കൂട്ടിക്കൊണ്ടും പോകും. അതുകൊണ്ട് നമുക്ക് ഒരു പരിശുദ്ധ അമ്മയുടെ ഒരു ഭക്തരായി നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാം. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.